ഹായ് എവരിവൺ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മാട്രിക്സ് തിയറിയുടെ ബാക്കി പോർഷൻസ് ആണ്. അതിലെ ക്വസ്റ്റ്യൻസും സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നിൽപോട്ടന്റ് മാട്രിക്സ്? നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ 4 ഓപ്ഷൻസിൽ ഏതാണ് നിൽപോട്ടന്റ് മാട്രിക്സ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒരു മാട്രിക്സ് നിൽപോട്ടന്റ് ആവാനുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, a raised to k equal to 0 for some k less than or equal to n. n എന്നുള്ളത് മാട്രിക്സിന്റെ ഓർഡർ ആണ്. k എന്നുള്ളത് n നേക്കാൾ ലെസ്സോ ഈക്വൽ ആയിട്ടുള്ള ഒരു ഇൻറ്റിജർ നമ്പർ ആണ്. അങ്ങനെ നമുക്ക് k less than or equal to n എന്നുള്ള നമ്പർ തന്നു. ഇവിടെ നമുക്ക് 3/3 മാട്രിസസ് ആണ് ഗിവൺ ആയിട്ടുള്ളത്. 3/3 മാട്രിസസ് ഗിവൺ ആയതുകൊണ്ട് നമുക്ക് 4 ഓപ്ഷൻസ് എ ബി സി ഡി 4 ഓപ്ഷൻ ഏത് മാട്രിക്സ് ആണ് നിൽപോട്ടന്റ് എന്ന് നോക്കുകയാണ് വേണ്ടത്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള എ എന്ന് സ്റ്റാർട്ട് ചെയ്യാം. എ എന്നുള്ള ഓപ്ഷനിലെ മാട്രിക്സിനെ നമുക്ക് ജസ്റ്റ് എ എന്ന് വിളിക്കും ചെയ്യാം. എ എന്നുള്ള ഓപ്ഷനിൽ കറസ്പോണ്ടിങ് മാട്രിക്സിനെ എ എന്ന് വിളിച്ചു. എന്തായാലും ഗിവൺ ആയിട്ടുള്ള ആരും സീറോ മാട്രിക്സ് അല്ല. സീറോ മാട്രിക്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അയാൾ നിൽപോട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും തന്നിട്ടുള്ള മാട്രിക്സിൽ എ സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷനിൽ എ തന്നിട്ടുണ്ടാവും. എ സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്യാം. എ സ്ക്വയർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. എ സ്ക്വയർ 0 കിട്ടിയില്ലെങ്കിൽ നമ്മൾ എ ക്യൂബ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. എ സ്ക്വയർ 0 അല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ എങ്ങോട്ട് പ്രൊസീഡ് ചെയ്യേണ്ടത്? എ ക്യൂബ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെ എ ക്യൂബും 0 അല്ല, എ സ്ക്വയറും 0 അല്ല. എ സ്ക്വയർ 0 അല്ല എന്ന് കിട്ടി. എ ക്യൂബ് ചെയ്തപ്പോൾ എ ക്യൂബും 0 അല്ല എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എ എന്നുള്ള മാട്രിക്സ് എന്തല്ല? നോട്ട് നിൽപോട്ടന്റ്. നിൽപോട്ടന്റ് ആവണമെങ്കിൽ ഒന്നിക്കിലോ എ സ്ക്വയറിൽ 0 ആവണം, എ ക്യൂബിൽ 0 ആവണം. രണ്ടിലും 0 അല്ല എന്നുണ്ടെങ്കിൽ എ എന്നുള്ള ഓപ്ഷനിലുള്ള മാട്രിക്സ് നിൽപോട്ടന്റ് അല്ല എന്ന് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഇതേ പ്രൊസീജിയർ ബി എന്നുള്ള ഓപ്ഷനിൽ അപ്ലൈ ചെയ്യുക. ബി എന്നുള്ള ഓപ്ഷനിലെ മാട്രിക്സിന് ബി എന്ന് വിളിച്ചിട്ട് ബി സ്ക്വയറും ബി ക്യൂബ് ഇവാലുവേറ്റ് ചെയ്യുക. ബി സ്ക്വയർ 0 കിട്ടിയാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ബി സ്ക്വയർ നോൺ 0 ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ബി ക്യൂബിലേക്ക് പോവുക. ബി ക്യൂബ് 0 കിട്ടിയാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ബി ക്യൂബ് 0 കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക്, അങ്ങനെ നെക്സ്റ്റ് ഓപ്ഷനിലും 0 കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നമ്മൾ സ്ക്വയറിലോ ക്യൂബിലോ ഓക്കെ. അപ്പോൾ എ റേസ് ടു കെ ഈക്വൽ ടു 0 ആണ് ഫോർ സം കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. നമ്മൾ എ എന്നുള്ള ഓപ്ഷനിലുള്ള മാട്രിക്സിനെ എ എന്ന് വിളിച്ചു. അതിന്റെ എ സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്തു. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ഇവാലുവേറ്റ് ചെയ്യുക. എ ഇൻറ്റു എ ഇവാലുവേറ്റ് ചെയ്ത സമയത്ത് 0 കിട്ടുന്നില്ല. 0 കിട്ടാത്തത് കൊണ്ട് നമ്മൾ എ ക്യൂബിലേക്ക് പ്രൊസീഡ് ചെയ്തു. എ ക്യൂബ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ എൻട്രീസും ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു എൻട്രി നോൺ 0 വന്നാൽ മതി. ഇവിടെ 4 എന്നുള്ള എൻട്രി നോൺ 0 ആണ്. 4 നോൺ 0 ആയതുകൊണ്ട് നമ്മൾ എ ക്യൂബ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. എ ക്യൂബ് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എ നിൽപോട്ടന്റ് അല്ല എന്ന് എടുത്തു. നെക്സ്റ്റ് നമ്മൾ റാൻഡം മൂവ്മെന്റ് വഴി നെക്സ്റ്റ് ബി എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി. ബി സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്തു. ബി സ്ക്വയർ നോട്ട് ഈക്വൽ ടു ബി ആണ്, സോറി ബി സ്ക്വയർ നോട്ട് ഈക്വൽ ടു 0 ആണ്. ആൻഡ് ബി സ്ക്വയറിൽ എക്സ്ട്രാ ഒരു കണ്ടീഷനും കൂടി കിട്ടി. ബി സ്ക്വയർ ബിക്ക് ഈക്വൽ ആണ്. അപ്പൊ ബി സ്ക്വയർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇത്തരത്തിലുള്ള മാട്രിക്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡം പൊട്ടന്റ് മാട്രിക്സ്. ഇയാൾ നിൽപോട്ടന്റ് അല്ല എന്ന് ഇവിടെ തന്നെ കിട്ടും. ഇനി ബി ക്യൂബ് ജസ്റ്റ് നോക്കുന്ന സമയത്ത് ബി സ്ക്വയർ ഇൻറ്റു ബി വരും. ബി സ്ക്വയർ ബി ആണ്, അത് ബി ക്യൂബ് ബി ആയിട്ട് കിട്ടും. സോ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി, ഹെൻസ് ദ മാട്രിക്സ് ഈസ് നോട്ട് നിൽപോട്ടന്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള സി എന്നുള്ള ഓപ്ഷനിലേക്ക് മൂവ് ചെയ്യുക. സി സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്യുക. സി സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്ത സമയത്ത് എല്ലാം 3 എന്നുള്ള എലമെന്റ് ആണ് വരുന്നത്. സി ക്യൂബ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ എലമെന്റും 9 എന്നുള്ള എലമെന്റ് വരും. ദാറ്റ് മീൻസ് സിയും സ്ക്വയർ 0 കിട്ടുന്നില്ല, ക്യൂബും 0 കിട്ടുന്നില്ല. ദാറ്റ് മീൻസ് എ ബി സി 3 മാട്രിക്സും എന്തല്ല? നിൽപോട്ടന്റ് അല്ല. 3 മാട്രിക്സും നിൽപോട്ടന്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഡി എന്നുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് നമ്മളൊന്ന് പറയുന്നുണ്ട്. ഡി സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്യുക, ഡി ക്യൂബ് ഇവാലുവേറ്റ് ചെയ്ത് ഡി ക്യൂബ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് 0 കിട്ടും. ഹെൻസ് ദ മാട്രിക്സ് ഡി ഈസ് നിൽപോട്ടന്റ്. ഇതാണ് നമ്മൾ ഡയറക്റ്റ് നിൽപോട്ടന്റ് മാട്രിക്സ് ആണോ അല്ല എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ്. ഈ ഒരു മെത്തേഡിലൂടെയാണ് നിൽപോട്ടൻസി പറയുന്നത്. ഓക്കെ,
നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നിട്ടുള്ള മാട്രിക്സ് നോക്കുക. അതിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ താഴെയുള്ള എല്ലാവരും 0 ആണ്. ദാറ്റ് മീൻസ് ദ മാട്രിക്സ് ഇൻ എ ഈസ് ട്രയാങ്കുലർ. മാട്രിക്സ് ട്രയാങ്കുലർ ആണെങ്കിൽ അത്തരം മാട്രിക്സുകളുടെ ഐഗൻ വാല്യൂസ് ഡയഗണൽ എലമെന്റ്സിന് ഈക്വൽ ആയിരിക്കും. ഒരു മാട്രിക്സ് ട്രയാങ്കുലർ മാട്രിക്സ് ആണെങ്കിൽ ആ മാട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഡയഗണൽ എലമെന്റ്സിന് ഈക്വൽ ആയിരിക്കും. സോ the eigenvalues of A are 0, 0, 1. Okay. So the eigenvalues of A are 0, 0, 1. നമ്മുടെ റിസൾട്ട് പ്രകാരം A നിൽപോട്ടന്റ് ആവണമെങ്കിൽ 0 മാത്രമേ ഐഗൺ വാല്യൂ ആയിട്ട് വരാൻ പാടുള്ളൂ. ഇവിടെ 1 ഐഗൺ വാല്യൂ ആയതുകൊണ്ട് A തെറ്റാണെന്ന് പറയാം. ഇനി B, ഇതേപോലെ തന്നെ B നോക്കുന്ന സമയത്ത് ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ആണ്. അതിന്റെ ഡയഗണൽ എൻട്രീസ് ഐഗൺ വാല്യൂ ആയിട്ട് വരും. 1ഉം 1ഉം 0യും ഐഗൺ വാല്യൂ ആയിട്ട് വരും. 1 2 തവണ ഐഗൺ വാല്യൂ ആയിട്ട് വരുന്നുണ്ട്. സോ ബി എന്നുള്ള ഓപ്ഷനും എന്താണെന്ന് പറയാം? തെറ്റാണെന്ന് പറയാം. ഇനി സി ആൻഡ് ഡി. ഡി എന്നുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെയും ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ആണ് വരുന്നത്. ഡി എന്നുള്ള ഓപ്ഷനിലെ മാട്രിക്സ് ലോവർ ട്രയാങ്കുലർ ആണ്. എല്ലാ ഡയഗണൽ എലമെന്റ്സും 0 ആണ്. സോ 0 is the only eigenvalue of D. D എന്നുള്ള മാട്രിക്സ്, D എന്നുള്ള ഓപ്ഷനിൽ തന്ന മാട്രിക്സിന്റെ ഐഗൺ വാല്യൂ ആയിട്ട് ആര് മാത്രമേ വരുന്നുള്ളൂ? 0 മാത്രമേ വരുന്നുള്ളൂ. So 0 is the only eigenvalue of the given option D. Hence we can conclude by inverse implication the given matrix is nilpotent. D എന്നുള്ള മാട്രിക്സും nilpotent ആണെന്ന് പറയാം. ഇനി സി എന്നുള്ള മാട്രിക്സ്, സി എന്നുള്ള ഓപ്ഷനിലുള്ള മാട്രിക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കൺക്ലൂഡ് ചെയ്തു. ഡി എന്നുള്ളത് ഐഗൺ വാല്യൂസ് വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്തു. ഇനി സിയും കൂടി ജസ്റ്റ് ഞാനൊന്ന് പറയാം. സി എന്നുള്ള മാട്രിക്സ് നോക്കിയാൽ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ എല്ലാം സെയിം ആണ്. അതായത് ഈ മാട്രിക്സിന്റെ റാങ്ക് 1 ആയിരിക്കും. കാരണം സെക്കൻഡ് റോ ഇതിനായിട്ട് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. തേർഡ് റോയും ഇതിന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നത്. സോ ഓൺലി 1 റോ ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടർ ആയിട്ട് വരുന്നത് ഫസ്റ്റ് റോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? റാങ്ക് 1 മാട്രിക്സ് ആണ്. റാങ്ക് 1 മാട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഒരു ഐഗൺ വാല്യൂ 0 ആയിരിക്കും. 0 ഈസ് ദ ഐഗൺ വാല്യൂ. റാങ്ക് 1 മാട്രിക്സ് ആയതുകൊണ്ട് എന്താണെന്ന് പറയാം? റാങ്ക് 1 ആണ്, 3/3 ആണ്. റാങ്ക് ലെസ് ദാൻ 3 ആണെങ്കിൽ നമുക്ക് പറയാം ഡിറ്റർമിനന്റ് 0 ആണ്. ഇനി ഡിറ്റർമിനന്റിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഒരു മാട്രിക്സിന്റെ ഐഗൺ വാല്യൂസിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പൊ ഐഗൺ വാല്യൂസിന്റെ പ്രൊഡക്റ്റ് 0 കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഐഗൺ വാല്യൂ എന്തായേ പറ്റുള്ളൂ? 0 ആയേ പറ്റുള്ളൂ. ഇനി മറ്റൊരു റിസൾട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് റോയിലുള്ള 3 എൻട്രി കൂടി കൂട്ടിയാൽ 1 + 1 + 1 3 കിട്ടും. 1 + 1 + 1 3 കിട്ടും. തേർഡ് റോയിലുള്ളത് കൂട്ടിയാലും 3 കിട്ടും. അതായത് 3 റോ ഉണ്ട്. ഓരോ റോയും സം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ് കിട്ടുന്നത് 3. ആൻഡ് വി ഹാവ് എ റിസൾട്ട്. ഇഫ് ദ റോ സം is a constant, row sum of a matrix is a constant, then row sum will be ഞാനത് ബ്രീഫായിട്ട് ഐഗൺ വാല്യൂസിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് പറഞ്ഞെന്നുള്ളൂ. അതിലിപ്പോ നമുക്ക് എല്ലാ റിസൾട്ടുകളും അറിയില്ല. ഒരു മെട്രിക്സ് നിൽപൊട്ടന്റ് ആവാൻ 0 മാത്രം അതിന്റെ ഐഗൺ വാല്യൂ ആയ അതിന് അറിയുന്ന മാത്രം റിസൾട്ട്, ആ റിസൾട്ട് മാത്രമേ നമുക്ക് അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വളരെ പെട്ടെന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഐഗൺ വാല്യൂസിന്റെ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു 4/5 മാട്രിക്സ് ആണ്. ആ മാട്രിക്സിന്റെ റാങ്ക് എന്താന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 1 2 3 4. മാട്രിക്സിന്റെ ഓർഡർ 4/5 ആയതുകൊണ്ട് ഒരു m/n മാട്രിക്സ് തന്നാൽ നമുക്കറിയാം റാങ്ക് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് m, n. സോ ഇവിടെ മിനിമം ഓഫ് 4,5 വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. ദാറ്റ് മീൻസ് തന്ന ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു ആൾ തന്നെയാണ് ഇവിടെ വരുന്നത്. 5 അല്ല എന്തായാലും വരിക, 4നേക്കാളും ലെസ്സോ ഈക്വൽ ആയിരിക്കും. ഇനി 4 ആണോ അല്ല എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് റോ ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആണ്.
റാങ്ക് പറയുന്ന സമയത്ത് നമ്മളൊരു ഡെഫിനിഷൻ പറയുന്നു ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ദ റോ ഇക്വലന്റ് ഫോം. സോ ഈ മെട്രിക്സിനെ നമ്മൾ റോ ഇക്വലന്റ് ഫോമിലേക്ക് മാറ്റിയാലും ഒരു റോ മൊത്തം ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആണ്. സോ സ്ട്രിക്ട്ലി ലെസ് ദാൻ 4 ആണെന്ന് പറയാം. ദാറ്റ് മീൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. 1, 2, 3 മൂന്ന് ഓപ്ഷൻസ് ആണ് ഇനി നമുക്കുള്ളത്. നാലാമത്തെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുള്ള കാര്യങ്ങൾ, ഒന്ന് ഐഡന്റിറ്റി സബ് മാട്രിക്സ് ഇതിലുണ്ടോ നോക്കുക. ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി സബ് മാട്രിക്സ് ഇതിൽ കിട്ടുകയാണ്, അതിന്റെ നോൺ സിംഗുലർ ആയിട്ട് 3ൽ കിട്ടുകയാണെങ്കിൽ അതിന്റെ ഓർഡർ ആയിരിക്കും എന്ത് വരിക, റാങ്ക് വരിക. ദാറ്റ് മീൻസ് ദ ലാർജസ്റ്റ് നോൺ സിംഗുലർ ഐഡന്റിറ്റി സ്ക്വയർ സബ് മാട്രിക്സ്. ഇതിൽ നിന്ന് സ്ക്വയർ സബ് മാട്രിക്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് മാക്സിമം നോൺ സിംഗുലർ ആയിട്ട് നമുക്ക് 3 ഓർഡറിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി 3 ഓർഡറിൽ പറ്റാവുന്ന പോസിബിൾ ആയിട്ടുള്ള ചോയ്സസ് നോക്കുക. 3 ഓർഡറിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് 3 റോയും കോളവും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് കോളം, തേർഡ് കോളം ആൻഡ് ഫോർത്ത് കോളം ഉൾപ്പെടുന്ന രൂപത്തിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റ് 3 കോളങ്ങൾ ഉൾപ്പെടുന്ന രൂപത്തിൽ സെലക്ട് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഐഡന്റിറ്റി സബ് മാട്രിക്സ് ഉണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ ഇതിന്റെ റോ ഇക്വലന്റ് ഫോം കാണാം. അങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് കാണാം. ഇതിൽ 3 റോസ് ആണ് ഇനിയുള്ളത്, അത് 3ഉം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്നൊക്കെ നോക്കുക. അത് വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിൽ ഫോർത്ത് കോളവും തേർഡ് കോളവും തമ്മിലൊന്ന് ഇന്റർചേഞ്ച് ചെയ്തു. ദാറ്റ് മീൻസ് ദ ഇന്റർചേഞ്ചിങ് ഓഫ് കോളംസ് ഡസ് നോട്ട് ചേഞ്ച് ദ റാങ്ക് ഓഫ് ദ മാട്രിക്സ്. രണ്ട് കോളംസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തെന്ന് കരുതിയിട്ട് റാങ്ക് മാറണമെന്നില്ല, റാങ്ക് മാറൂല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കാര്യം അപ്ലൈ ചെയ്തു. C3യും C4ഉം, തേർഡ് കോളത്തിനും ഫോർത്ത് കോളത്തിനും C3 C4 എന്ന് വിളിച്ചു. ആ രണ്ട് കോളംസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തു. അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന പുതിയ മാട്രിക്സ് ആണ് ഇയാൾ. തേർഡ് കോളം ഇങ്ങോട്ടും വന്നു, ഫോർത്ത് കോളം അങ്ങോട്ടും പോയി. അതായത് റോ ഇക്വലന്റിന് പകരം ഞാൻ കോളത്തിൽ ചെയ്തേ ഉള്ളൂ. റോ ഇക്വലന്റ് ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ കൂടും. കോളം ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐഡന്റിറ്റി സബ് മാട്രിക്സ് അതിന്റെ ഉള്ളിലുണ്ടെന്ന് പറയാൻ എളുപ്പമായിട്ട് വരും. അങ്ങനെ തേർഡ് റോയും ഫോർത്ത് കോളവും ഫോർത്ത് കോളവും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഒരു 3/3 ബ്ലോക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഈ 3/3 ബ്ലോക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് 3 എലമെന്റ്സ് ഡയഗണൽ എലമെന്റ്സ് 1 1 1 ആണ് വരുന്നത്. ലോവറിൽ 2 എലമെന്റും ലോവർ ട്രയാങ്കുലർ പാർട്ടിൽ വരുന്നത് 0s ആണ്, അപ്പർ ട്രയാങ്കുലർ പാർട്ടിലും 0s ആണ്. ദാറ്റ് മീൻസ് അതൊരു ഐഡന്റിറ്റിയുടെ 3/3 ബ്ലോക്ക് ആണ് അതിന്റെ ഉള്ളിലുള്ളത്. ഇതാണ് ഇതിന്റെ നോർമൽ ഫോം വരിക. ബാക്കി ഇവിടുന്ന് 1നെയും 2നെയും 1 2 3നെയും ഒക്കെ നമുക്ക് 0 ആക്കിയിട്ട് മാറ്റാൻ പറ്റും. നോർമൽ ഫോം അതിന്റെ ഉള്ളിൽ 3/3 വരിക എന്നുള്ളത് പറയാം. ഇനി ബാക്കിയുള്ളതൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് കിട്ടി, ഒരു 3/3 ഐഡന്റിറ്റി സബ് മാട്രിക്സ് അതിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കിട്ടി. സോ വി ഹാവ് ദ റാങ്ക് മസ്റ്റ് ബി ഈക്വൽ ടു 3. റാങ്ക് 4 അല്ല എന്നുള്ളത് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മൊഡ്യൂൾ 1ൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് അല്ലാത്ത ബാക്കി പോർഷൻസ് ഒക്കെ പറഞ്ഞതായിരുന്നു. ഇതിൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ മൊഡ്യൂൾ 1 എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 1 എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ഈ ഒരു ഏരിയയാണ്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്. ഇവിടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അതിൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റാങ്ക് ഇവാലുവേറ്റ് ചെയ്യുക, റാങ്ക് വെച്ചിട്ട് റിസൾട്ട് പറയുന്ന 2-3 റിസൾട്ടുകളാണ് ഈ ഒരു സെക്ഷനിൽ കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എടുത്തു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ x + y = 5, 2x + 3y = 6 ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. രണ്ട് ഇക്വേഷൻസും 2 അൺനോൺ വേരിയബിൾസും വരുന്ന ഒരു സിസ്റ്റമാണ്. അതിനെ നമ്മൾ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജനറൽ എക്സ്പ്രഷൻ എടുത്തു. a11 x1, a12 x2, etc. a1n xn = b1 ഒരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻസിൽ n നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ട്. So we have a system of linear equations, a system of m linear equations having n unknowns. n number of unknowns വരുന്ന ഒരു m linear equations ന്റെ സിസ്റ്റം ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സോ ഈ ഒരു സിസ്റ്റം നമ്മൾ ഒരു മാട്രിക്സിന്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോഎഫിഷ്യൻസിനെ മാട്രിക്സ് എൻട്രീസ് ആയിട്ട് a i j എന്നുള്ള രൂപത്തിൽ എടുത്തത്.
സോ നമ്മൾ ഇവിടുത്തെ എടുത്ത സിസ്റ്റത്തിന് ഒരു മാട്രിക്സിന്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ കോഎഫിഷ്യന്റ് മാട്രിക്സിനെ നമുക്കൊരു m/n മാട്രിക്സ് ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യാം. A11 എക്സെട്ര A1n AM1 എക്സെട്ര AMn. വേരിയബിൾസ് ആയിട്ടുള്ള x1 x2 എക്സെട്ര xn ഒരു കോളം വെക്ടർ ആക്കിയിട്ട് കൊടുക്കുക. ആ സമയത്ത് ഒരു m/n വെക്ടറും ഇതിൻ്റെത് n/1 വരും. n റോസും ഒറ്റ കോളം വരുന്ന ഒരു കോളം വെക്ടർ വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A11 x1 എക്സെട്ര പ്ലസ് A1n xn എന്നുള്ള ഫസ്റ്റ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിലെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. സെക്കൻഡ് റോയും കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. ആൻഡ് ലാസ്റ്റ് റോ mth റോയും കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഇക്വേഷനും കിട്ടും. അപ്പൊ ഇതിലെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ദ റിസൾട്ടന്റ് വെക്ടർ ഈസ് b1. സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് വെക്ടർ ആണ് കിട്ടുന്നത്. ദ റിസൾട്ടന്റ് വെക്ടർ ഈസ് b2. ആൻഡ് mth റോയും nth കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് bm. റിസൾട്ടന്റ് വെക്ടർ ഈസ് bm. ലാസ്റ്റ് ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ലാസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതിയത് am1 x1 എക്സെട്ര am2 x2 എക്സെട്ര amn xn equal to bm എന്നാണ് എഴുതിയത്. സോ ദ ഫൈനൽ റിസൾട്ടന്റ് വെക്ടർ വിൽ ബി ഈക്വൽ ടു bm. സോ ഇവിടെ തന്നിട്ടുള്ള സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ നമുക്ക് ഒരു മാട്രിക്സിന്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതിനെ ഞാൻ a എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ x എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ b എന്ന് വിളിച്ചു. സോ വി ഹാവ് a into x is equal to b. So the system of linear equations, the system of m linear equations in n unknowns can be converted into a matrix form with the coefficient matrix is the matrix A, which is of order m/n, and the variable matrix is x, which is of order n/1, and the resultant product matrix is B, which is of order m/1. Okay, so we can convert the system of linear equation to the matrix form Ax is equal to B. Ax is equal to B എന്നുള്ള ഒരു റെപ്രസെന്റേഷനിലേക്ക് ഒരു മാട്രിക്സ് മെത്തേഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു m സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ n അൺനോൺസിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇതിന്റെ കൺസിസ്റ്റൻസിയാണ് പറയുന്നത്. Ax is equal to B എന്നുള്ള ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നാൽ അതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയും അത്തരം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണ്. സൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻകൺസിസ്റ്റൻസ് ആണെന്ന് നമ്മൾ പറയും. സോ Ax is equal to B എന്ന് സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ Ax is equal to B എന്നുള്ള സിസ്റ്റം എടുത്തു. അതിലെ B എന്നുള്ള കോളം വെക്ടർ നോൺ സീറോ വെക്ടർ ആണെന്ന് അസ്യൂം ചെയ്യാം. B is non zero. Then we say that the system is homogeneous. If Ax is equal to B comma B is non-zero, then we say that the system is non-homogeneous system of linear equations. And the consistency, if the system has a solution, then we say that the system of equations is consistent. And the system has no solution, then we say that the system of equations is inconsistent. അപ്പോൾ ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നാൽ അതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിനുള്ള ഫസ്റ്റ് റിസൾട്ട് ആണ് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബിയും ഈക്വൽ ടു n ആവണം, വേർ n ഈസ് ദ നമ്പർ ഓഫ് അൺനോൺസ് ഓർ നമ്പർ ഓഫ് കോളംസ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺനോൺസ് ആണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ആണ്. നോ വാട്ട് അബൌട്ട് റാങ്ക് ഓഫ് എ ബി? എ ബി എന്നുള്ള മാട്രിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എ എന്നുള്ള മാട്രിക്സ് നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന്റെ ലാസ്റ്റ് കോളം മാട്രിക്സ് ആയിട്ട് ബിനെ നമ്മൾ അതിലേക്ക് അസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു m/n മാട്രിക്സ് ആണെങ്കിൽ m റോസും n കോളംസും ആണ്. എ ബി എന്നുള്ളത് എന്തായിട്ട് മാറും? n+1 കോളം ഉള്ള m റോ ഉള്ള ഒരു മാട്രിക്സ് ആയിട്ട് മാറും. സോ എ ബി എന്നുള്ള മാട്രിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു കോളം ജോയിൻ ചെയ്തു. ആ കോളം ഇവിടെയുള്ള കോളത്തിനോട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ റാങ്ക് ഇൻക്രീസ് ചെയ്യും, ലീനിയർലി ഡിപെൻഡന്റ് ആണെങ്കിൽ റാങ്ക് ചേഞ്ച് ഒന്നും വരൂല. അപ്പൊ ആ ഒരു ചേഞ്ച് വരാത്ത കേസസ് വെച്ചിട്ടാണ് നമ്മൾ
കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുന്നത് രണ്ടിന്റെയും റാങ്ക് ഈക്വൽ ആണ്. അതായത് ഇവിടെ നമ്മൾ ഒരു കോളം വെക്ടർ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് റാങ്കിന് മാറ്റമൊന്നും വരുന്നില്ല. രണ്ടിന്റെയും റാങ്ക് ഈക്വൽ ആണ് ആൻഡ് ഈക്വൽ ടു n ആണ്. ദ നമ്പർ ഓഫ് കോളംസിന് ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും അത്തരം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന് സൊല്യൂഷൻ ഉണ്ട് എന്ന് മാത്രമല്ല യുണീക്ക് സൊല്യൂഷൻ ആണ്. ഇനി രണ്ടാമത് പറയുന്നത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആവണം, ഈക്വൽ ടു സം നമ്പർ ആറിന് ഈക്വൽ ആയിരിക്കണം, വിച്ച് ഈസ് ലെസ് ദാൻ n. n-നേക്കാൾ ചെറിയൊരു നമ്പറിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ആ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണ്. ദാറ്റ് മീൻസ് സൊല്യൂഷൻ ഉണ്ട് ആൻഡ് വി ഹാവ് ദ സിസ്റ്റം ഹാസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടെന്ന് മാത്രമല്ല ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. ഇനി ലാസ്റ്റ് കേസ് നമ്മൾ ഇവിടെ ബി എന്നുള്ള കോളം വെക്ടർ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് റാങ്ക് ചേഞ്ച് ചെയ്യണം. ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ദ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ. അപ്പൊ ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം എടുത്തിട്ട് ബി എന്നുള്ളത് നോൺ സീറോ വെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ നോൺ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയും. അതിന് 3 കേസ് ആയിട്ടാണ് പറയുന്നത്. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബിയും ഈക്വൽ ആണ്, ഈക്വൽ ടു ദ നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ യുണീക് സൊല്യൂഷൻ, ഈക്വൽ ടു സം നമ്പർ ലെസ് ദാൻ ദ നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. രണ്ടാളുടെയും റാങ്ക് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നോ സൊല്യൂഷൻ. ദാറ്റ് മീൻസ് ഇൻകൺസിസ്റ്റന്റ്. അപ്പം ഒരു AX ഈസ് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് റാങ്ക് വെച്ചിട്ട് നമ്മൾ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുന്ന ഒരു റിസൾട്ട് ആണ്. ഓക്കെ, ഇനി നമ്മൾ ബി എന്നുള്ള വെക്ടർ 0 വെക്ടർ ആണെന്ന് എടുക്കുക. ബി എന്നുള്ള വെക്ടർ 0 ആണെങ്കിൽ നമ്മൾ അതിനെ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്നാണ് വിളിക്കുക. ഇനി ബി എന്നുള്ള വെക്ടർ 0 ആകുന്ന സമയത്ത് നമുക്ക് റാങ്ക് ഓഫ് A0 കാണാൻ വേണ്ടിയിട്ട് എന്റെ ലാസ്റ്റ് ജോയിൻ ചെയ്യുന്ന കോളം എന്താണ്? 0 എന്നുള്ള കോളം വെക്ടർ ആണ് ജോയിൻ ചെയ്യുന്നത്. ലാസ്റ്റ് കോളം ആയിട്ട് 0 ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കോളം വെക്ടർ മൊത്തം 0 ആണ്. അതുകൊണ്ട് റാങ്ക് എന്ത് ചെയ്യൂല? ചേഞ്ച് ചെയ്യൂല. ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് A0യും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഓഗ്മെന്റഡ് മാട്രിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ചേഞ്ച് വരുന്നില്ല. ചേഞ്ച് വരാത്തത് കൊണ്ട് നമുക്ക് ആരുടെ റാങ്ക് വെച്ചിട്ട് തന്നെ പറയാം? റാങ്ക് ഓഫ് എന്റെ റാങ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. സോ ഹിയർ if b equal to 0, then rank of a and rank of A0, the augmented matrix A0 is equal. Hence the system is always consistent. നമ്മൾ നോൺ ഹോമോജീനിയസ് ആവുന്ന കേസിൽ ഇവിടെ ബി പറഞ്ഞു, അവിടെ രണ്ടാളും ഈക്വൽ ആവുന്ന സമയത്ത് എ ബിയും എയും ഈക്വൽ ആണ് റാങ്ക് എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ എല്ലായ്പ്പോഴും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് A0യും എല്ലായ്പ്പോഴും ഈക്വൽ ആണ്. Hence the system is always consistent and it has at least one solution. Consistent എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അതായത് ഒന്ന് കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു സൊല്യൂഷൻ എങ്കിലും ഉണ്ടാവും. That solution is x is equal to 0 and which is called the trivial solution. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോമോജീനിയസ് സിസ്റ്റത്തിൽ എല്ലായ്പ്പോഴും ഒരു സൊല്യൂഷൻ എന്തായാലും ഉണ്ടാവും. ആ സൊല്യൂഷനാണ് നമ്മൾ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് വിളിച്ചത്, which is 0. ഇനി റാങ്ക് ഓഫ് എ n ആണെന്ന് കരുതുക. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് A0യും ആണ് നമ്മൾ ഇവിടെ എഴുതിയത്. നേരത്തെ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി എന്ന് എഴുതിയതുപോലെ റാങ്ക് ഓഫ് A0 എന്ന് എഴുതുന്ന സമയത്ത് ഇവിടെ 0 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. നേരത്തെ ഒരു പെർട്ടിക്കുലർ കേസ് ആയിട്ട് നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് ഒരു അഡീഷണൽ റിസൾട്ട് അല്ല, നേരത്തെ ഒരു പെർട്ടിക്കുലർ കേസ് ആയിട്ട് നമുക്ക് പറയാം. And rank of A equal to n ആണെന്നുണ്ടെങ്കിൽ യുണീക് സൊല്യൂഷൻ, റാങ്ക് ഓഫ് A equal to some number less than n ആണെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. സോ ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എ എന്നുള്ള മാട്രിക്സിന്റെയും എ ബി എന്നുള്ള മാട്രിക്സ്, ഓഗ്മെന്റഡ് മാട്രിക്സ് ആയിട്ടുള്ള എ ബി എന്നുള്ള മാട്രിക്സിന്റെയും റാങ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണോ അല്ലേന്ന് നോക്കുന്നത്. കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആവണം. ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. ക്വസ്റ്റനിൽ എ എന്നുള്ളത് 5/5 മാട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ റാങ്ക് 4 ആണ്. അങ്ങനെയാണെങ്കിൽ AX is equal to 0 എന്നുള്ള സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. AX equal to 0 എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് ആയതുകൊണ്ട് എന്തായാലും സൊല്യൂഷൻസ് ഉണ്ടാകും എന്നുള്ളത് ഗ്യാരണ്ടി ആണ്. നോൺ സീറോ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് റാങ്ക് ഓഫ് A is equal to 4 which is less than 5. This will implies
the system has infinite number of solutions. ഇവിടെ ഇൻഫൈനൈറ്റ്ലി മീനിങ് നോൺ സീറോ സൊല്യൂഷൻസ് എന്നുള്ളതാണ് ഓപ്ഷൻസിൽ ചോദിച്ചിട്ടുള്ളത്. ഇൻഫൈനൈറ്റ്ലി മീനിങ് നോൺ സീറോ സൊല്യൂഷൻ, ഇൻഫൈനൈറ്റ്ലി മീനിങ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു സീറോ നണ്ട് ഒഴിവാക്കിയാലും ബാക്കി ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യും. സോ ഓപ്ഷൻ ബി ഈസ് ട്രൂ.